വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. മായന്നൂർ തിരുവുത്സവ താലപ്പൊലി അവലോകന യോഗം ചേർന്നു. ഉത്സവ ഒരുക്കങ്ങൾ വിലയിരുത്തി MLA യുവാർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മായന്നൂർക്കാവിലെ തിരുവുത്സവ താലപ്പൊലി ആഘോഷങ്ങൾക്കായി നാടൊരുങ്ങുന്നു. ഏപ്രിൽ 4 ആഘോഷിക്കുന്ന ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അവലോകന യോഗം ചേർന്നു. മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര അഗ്രശാല ഹാളിൽ വെച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. യുവാർ പ്രദീപ് MLA അവലോകന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് കുറച്ച് നേരത്തെ വെക്കാനുള്ള കാരണം നമുക്കറിയാം, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇത്തരത്തിലുള്ള യോഗം കൂടാൻ കഴിയില്ല. പക്ഷേ ഇവിടെയുള്ള ഔദ്യോഗിക സ്ഥാനത്ത് അല്ലാത്ത ഒരു ഇരുന്ന് വേഗം യോഗം കൂടാം. പക്ഷേ ഉദ്യോഗസ്ഥർ പലരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി പലരും സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വേഗം നീക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ മണ്ഡലത്തിലെ പല യോഗങ്ങളും നേരത്തെ കൂട്ടി നമുക്ക് വിളിക്കാനും അതിനകത്ത് ഇടപെടാനും ഉള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെച്ചത്. നമ്മൾ ധാരണയാക്കി പോയ അനുസരിച്ചുള്ള ഇപ്പോൾ തൊട്ടടുത്ത നമ്മുടെ അന്തിമാളങ്കാവ് പൂരത്തിൻ്റെ സംഘാടനം ഇതുപോലെ വിളിച്ചുകൂട്ടി അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കൊടുത്തു. അത് വളരെ കൃത്യമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പരിശോധനയും എല്ലാം സമയബന്ധിതമായി നടത്തുകയും എല്ലാമായി അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ മായന്നൂർ കാവിലെയും ഇത് ഉണ്ടാക്കിയെടുക്കണമെന്നുകൊണ്ടാണ് ഇത് നേരത്തെ കൂട്ടി വിളിച്ചു കൂട്ടാനുള്ള കാരണം ഉണ്ടായത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം മുതൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വെടിക്കെട്ടാണ്. ആ വെടിക്കെട്ടിന് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകണം. അതിനിപ്പോൾ താഴെ തട്ടിൽ അതിൻ്റെ ഒരു കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. നമുക്ക് സംസാരിച്ച് ഇനി ഉന്നത തലത്തിൽ എവിടെയാണ് തടസ്സം വെച്ചാൽ അതും നമുക്ക് ഇടപെട്ട് വേഗത്തിൽ ആ ഒരു കാര്യത്തിലും ഉള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സംശയത്തോടു കൂടിയാണ് ആളുകൾ വന്നത്. വെടിക്കെട്ടുണ്ടാവുമോ ഇല്ലേ, ഇത് പൊട്ടി കിട്ടിയപ്പോൾ പലർക്കും വലിയ ആവേശമായി. ഇനി അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഗംഭീരമാവുന്നു. അപ്പോൾ ഈ കൊല്ലം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചലഞ്ചാണ്. ഈ കൊല്ലം ആൾ കൂടുതൽ വരും, വെടിക്കെട്ട് കാണാനുള്ളത് വരും, മരുന്നും നമ്മൾ അതിനനുസരിച്ചുള്ള ലൈസൻസും ചിലപ്പോൾ അപേക്ഷിച്ചുണ്ടാവാം. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പോടു കൂടി വേണം നമുക്ക് ഈ യോഗം നമുക്ക് ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ആളുകളെ ആവില്ല, ഇനി കൂടുതൽ വരാൻ സാധ്യത. പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അതിനേക്കാൾ ഗംഭീരമായ മികവുറ്റ രീതിയിൽ നമുക്ക് ഈ ഉത്സവം നടത്തണം. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു അവലോകന യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടെയും ഏകോപനത്തോടെയും ഒത്തൊരുമിച്ച ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ഉത്സവം വളരെ ഗംഭീരമാക്കി നടത്താൻ സാധിക്കും. അതിനുള്ള ചർച്ചകൾ നിങ്ങളുടെ എവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്കായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം എന്നിവ യോഗം വിശദമായി ചർച്ച ചെയ്തു. കാര്യങ്ങൾക്കൊക്കെ തന്നെ വില്ലേജ് ഓഫീസിലും അതുപോലെ തന്നെ പോലീസ് വകുപ്പിനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അതിൻ്റെ അങ്ങോട്ട് ഫോളോ അപ്പ് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനു വേണ്ട ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു ദ്രുതഗതിയിലുള്ള കടലാസ് നീങ്ങാനുള്ള ഫയൽ നീങ്ങാനുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു തരണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സഹോദരന്മാർക്ക് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ആസ്വാദന പരിപാടിയുടെ തുടക്കം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച, അതായത് മാർച്ച് 27 വെള്ളിയാഴ്ച താലപ്പൊലി കൊടിയേറും. അവിടെ നിങ്ങളുടെ എല്ലാ ദിവസവും ഓരോ പരിപാടികളുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ നമ്മുടെ നാടൻ പാട്ടായും അതുപോലെ തന്നെ തിരുവാതിരക്കളിയായും ഭജനയായും കോൽക്കളിയായും ഒക്കെ തന്നെ, അതുപോലെ ഡബിൾ തായമ്പക, മോഹിനിയാട്ടം തുടങ്ങിയ പരിപാടികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഇരുദേശക്കാരുടെയും ഉപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തില് നടക്കും. ഒപ്പം തന്നെ അതാത് ദേശങ്ങളില് പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ പാറമേൽപ്പടി സെന്ററിലും വിവിധങ്ങളായ കലാപരിപാടികൾ അവരവരുടെ പകൾ
ഏത് ദേശത്താണോ പോകുന്നത് ആ ദിവസം പരിപാടികളും നിശ്ചയിച്ചിട്ടുണ്ട്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സത്യഭാമ, ദേവസ്വം ഓഫീസർ പി സി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. കൊണ്ടാഴി മായനൂർ ദേശീയ കമ്മിറ്റി ഭാരവാഹികളായ എ കെ സുനിൽകുമാർ, എം പി വിമൽകുമാർ, രാജേഷ് മുതലംചിറ, സി പരമേശ്വരൻ എന്നിവരും വിവിധ ഉപദേശക സമിതി അംഗങ്ങളും ചർച്ചയിൽ ഭാഗമായി. പോലീസ്, എക്സൈസ്, ആരോഗ്യം, ഫയർഫോഴ്സ്, റവന്യൂ, വാട്ടർ അതോറിറ്റി, KSEB, ഫോറസ്റ്റ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. ഈ പറയുന്ന ഫീൽഡിലൊന്നും കാണാറില്ല, ഈ പറഞ്ഞ ആൾക്കാർ സമയത്ത് നീങ്ങാറില്ല, സമയത്ത് പറഞ്ഞ് അനുസരിക്കാറില്ല, ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ CPI അദ്ദേഹം പറഞ്ഞിരുന്നത് കമ്മീഷണർ പോലീസ് കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇനി അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്താ സാറേ, നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂരങ്ങളും പാടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡ് തടസ്സം വരില്ല. നമ്മുടെ ഇവിടുത്തെ ആ റോഡ് വഴി വീതി അടക്കം ഞങ്ങൾ പാടത്ത് ഇറക്കിയിട്ടാണ്. റോഡ് തടസ്സം മാത്രമല്ല, സൗണ്ട് പൊല്യൂഷൻ ഭയങ്കര. CCV ന്യൂസ്, മായനൂർ.